പ്രിയപ്പെട്ട ഡോക്ടർ എം മുരളീധരൻ സർ, ഡോക്ടർ നൗഫൽ ബഷീർ, ഡോക്ടർ ഫിറോസ് അസീസ്, മസ്തിഷ്ക മരണാനന്തര അവയവദാനം 3 പേരെയും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സെഷൻ ആരംഭിക്കുന്നു. ടൈമിംഗ് 4:25 മുതൽ 5:05 വരെ. എല്ലാവർക്കും നമസ്കാരം. മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രധാന സംഘാടകരായ അഡ്വക്കേറ്റ് മൂസയ്ക്കും ഹരിധരൻ കരിമ്പൽവാലത്തിനും അടക്കമുള്ള സംഘാടകർക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തട്ടെ. ഞങ്ങൾ 3 പേരാണ്, ഡോക്ടർ നൗഫൽ, ഡോക്ടർ ഫിറോസ് അസീസ്, ഞങ്ങൾ 3 പേരാണ് ഈ സങ്കീർണമായ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. കുറച്ച് സമയം എടുത്തിട്ട് അതിൻ്റെ സാമാന്യമായ വിവരങ്ങൾ നിങ്ങളുമായി പങ്കിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ന്യൂറോളജിസ്റ്റായ നൗഫലിൻ്റെയും നെഫ്രോളജിസ്റ്റായ അസീസിൻ്റെയും ഇൻപുട്സ് നമുക്കിതിലേക്ക് ആവശ്യപ്പെടാം എന്നാണ് ഞാൻ കരുതുന്നത്. ധർമാധർമ്മങ്ങളുടെ കനത്ത ഭാരം ചുമലിലേറ്റു നീങ്ങിയ ഒട്ടനവധി മഹത്തുക്കളായ കഥാപാത്രങ്ങളുടെ സങ്കീർണമായ കഥ പറയുന്ന മഹാഭാരതത്തിലെ ഏറ്റവും മഹാനായ കഥാപാത്രം ഏത് എന്ന ചോദ്യം ഒട്ടും നൂതനമായൊരു സംവാദരേഖയല്ല. ഇതിഹാസ്ത്രീ തദന്യത്ര എന്നെ ഹാസ്തി ന കുത്രച്ചിൽ, ഇതിലുള്ളത് മറ്റു പലയിടത്തും കാണും, ഇതില്ലാത്തത് മറ്റൊരിടത്തും കാണില്ല എന്ന ആത്മവിശ്വാസത്തിൻ്റെ കാതലായ ഇതിഹാസത്തിൻ്റെ അഭൂമമായ ആഖ്യാനത്തിൻ്റെ ഗാഢമായ ആരണ്യത്തിൽ നിന്ന് അത്തരമൊരാളെ തിരഞ്ഞുപിടിക്കുന്നതാവട്ടെ ക്ഷിപ്രസാധ്യവുമല്ല. എന്നിരുന്നാലും ഭാരതത്തിൻ്റെ അടരുകളിലൂടെ ചികഞ്ഞു പോയ മനീഷികളെല്ലാം തന്നെ മിക്കവാറും ഒരു പോരാളിയെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കുന്നുണ്ട്. ദാനവീരൻ എന്ന് പ്രസിദ്ധി അറിയിച്ച കർണനായിരുന്നു അത്. തേരുയർത്താൻ അല്പം സമയം ചോദിച്ചപ്പോൾ കൃഷ്ണൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് ഉത്തരമില്ലെങ്കിൽ കൂടി ആ പരിമിതികളെല്ലാം തന്നെ അദ്ദേഹം തൻ്റെ അസാധാരണവും അമ്പരിപ്പിക്കുന്നതുമായ ഒരു മേന്മ കൊണ്ട് നിസ്സാരമായി മറികടക്കുന്നുണ്ട്. ആ സൂതപുത്രൻ സ്വയമേവ ആചരിച്ചു പോന്ന അനിരുദ്ധമായ ദാനശീലമായിരുന്നു അത്. ആ മഹത്വത്തിൻ്റെ നിറവിലാണ് മഹാരഥികളുടെയും മഹാപോരാളികളുടെയും മഹാമുനികളുടെയും ഒക്കെ സാഗരത്തിൽ നിന്ന് അമൃതായി കർണൻ ഉയർന്നു വരുന്നത്. ആ പ്രച്ഛന്നവേഷധാരി കവചകുണ്ടലങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അത് ഊരിക്കൊടുക്കുമ്പോൾ, അത് മുറിച്ചു കൊടുക്കുമ്പോൾ തൻ്റെ ജീവൻ തന്നെയാണ് അദ്ദേഹം എടുത്തുകൊണ്ടുപോകുന്നത് നിശ്ചയമായും കർണൻ അറിയാമായിരുന്നു. സൂര്യപുത്രനായതുകൊണ്ട് മാത്രമല്ല, ആ കവചകുണ്ടലങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ അദ്ദേഹം അനുഭവിച്ച വേദന കൊണ്ട് കൂടിയാണ് വൈകർത്തനൻ എന്ന ജ്വലിക്കുന്ന നാമം അദ്ദേഹത്തിന് ലഭ്യമായത്. അതുകൊണ്ട് കൂടിയാണ് ലോകത്തിലെ ആദ്യത്തെ അവയവദാനി എന്ന് അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത്. ആരോഗ്യ സുരക്ഷയുടെയും രോഗങ്ങളുടെയും ചരിത്രം ശാസ്ത്ര പുരോഗതിക്കൊത്ത് രോഗങ്ങളെയും രോഗാണുക്കളെയും രോഗഹേതുക്കളെയും മനുഷ്യന് കീഴടക്കേണ്ട ത്രസിപ്പിക്കുന്ന ചരിത്രം കൂടിയാണ്. പക്ഷേ രോഗാണുക്കളെയും രോഗഹേതുക്കളെയും ഒക്കെ കീഴടക്കി കഴിഞ്ഞെങ്കിൽ കൂടി അവ കാർന്നു നിന്ന അവയവങ്ങൾ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി. ആ ചോദ്യത്തിനുള്ള ഏറ്റവും കൃത്യവും ശാസ്ത്രീയവുമായ ഉത്തരമായിരുന്നു അവയവദാനം. 1954 സ്വന്തം ഇരട്ട സഹോദരനായ റിച്ചാർഡിന് തൻ്റെ കിഡ്നി ദാനം ചെയ്തുകൊണ്ട് റൊണാൾഡ് ലീ ഹെറിക്കാണ് ലോകത്തിലെ ആദ്യത്തെ അവയവദാനിയായി അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ 1971 ഏകദേശം 55 വർഷം തികയാൻ പോവുകയാണ്. ഫെബ്രുവരി 2 ഇന്ത്യയിൽ ആദ്യമായി ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ വെച്ച് ആദ്യത്തെ കിഡ്നി ജീവനുള്ള രോഗിയിൽ നിന്ന് ദാനം സ്വീകരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യന് ദാനം ചെയ്യാവുന്നത് വളരെ കുറച്ച് അവയവങ്ങൾ മാത്രമേ ഉള്ളൂ. 2 കിഡ്നികൾ, 1 കിഡ്നി, ലിവറിൻ്റെ കരളിൻ്റെ ഒരു ഭാഗം, അതുപോലെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം, അത്രമാത്രം. അതേസമയം മരണാന്തരം ഒരാൾക്ക് 8ഓളം അവയവങ്ങൾ ദാനം ചെയ്യാൻ കഴിയും. ഹൃദയം, ശ്വാസകോശം,
ലിവർ, ഗർഭപാത്രം, പാൻക്രിയാസ് തുടങ്ങി പ്രധാന അവയവങ്ങളും അതോടൊപ്പം തന്നെ കണ്ണ്, കൈകൾ, ധമനികൾ, മജ്ജ, സ്കിൻ തുടങ്ങിയ മറ്റ് അനുബന്ധ അവയവങ്ങൾ. 1 വയസ്സ് മുതൽ 70 വയസ്സിലുള്ള ആർക്കും അവയവദാനം ചെയ്യാൻ കഴിയും. വളരെ ചെറിയ ചില അവസരങ്ങൾ മാത്രം. നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് ചില സംശയങ്ങളിലും അവയവദാനിയാവാൻ അവശേഷിക്കുന്നത് എന്ന് ശാസ്ത്രം പറയുന്നു. അവയവദാനികൾ പ്രധാനമായും 2 കാറ്റഗറിയായിട്ട് നമുക്ക് തിരിക്കാം എന്ന് സാധാരണ പറയാറുണ്ട്. ഒന്ന്, ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് ഉള്ള അവയവദാനം. ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ആക്ട് THOA 2014 കൃത്യമായി വ്യവഹരിക്കുന്നുണ്ട്. ഭാര്യ, ഭർത്താവ്, അച്ഛനമ്മ, ഗ്രാൻഡ് പാരൻസ്, പേരക്കുട്ടികൾ. അതുകൂടാതെ THOA പറയുന്ന മറ്റൊരു വിഭാഗമാണ് ഏറ്റവും വലിയ കോൺട്രവേഴ്സി, ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കിയത്. അഫെക്ഷൻ അറ്റാച്ച്മെൻ്റ് ഉള്ള കുറച്ച് ആളുകൾക്ക് കൂടി THOA അവയവദാനത്തിന് അനുമതി നൽകുന്നുണ്ട്. ഇതാണ് അവയവ മാഫിയയുടെയും അതുപോലെ മറ്റുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റി അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് കൂടി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കട്ടെ. മറ്റേ വിഭാഗം മസ്തിഷ്ക മരണാനന്തര അവയവദാനമാണ്. ഈ വളരെ സങ്കീർണമായ കാര്യത്തെ വ്യവഹരിക്കാൻ വേണ്ടി മസ്തിഷ്ക മരണം എന്ന വൈദ്യശാസ്ത്രപരമായും നൈയാമികമായും സാമൂഹികമായും പല അക്ഷരങ്ങളുള്ള പല അർത്ഥതലങ്ങളുള്ള ഒരു പദം തന്നെ രൂപീകരിക്കപ്പെട്ടു എന്നുകൂടി നാം അറിയണം. സ്ഥായിയായ തിരിച്ചു വരില്ല എന്നുറപ്പുള്ള സ്ഥായിയായ ബോധനഷ്ടം, തലച്ചോറിൻ്റെ സ്വാഭാവിക പ്രതികളുടെ ബ്രെയിൻ സ്റ്റം റിഫ്ലക്സസ് എന്ന് പറയും, സ്വാഭാവിക പ്രതികളുടെ സമ്പൂർണ്ണ അഭാവം, സ്വയം സൃഷ്ടിക്കാനുള്ള കഴിവിൻ്റെ പൂർണ്ണമായ നഷ്ടം, ഇത്രയും കാര്യങ്ങൾ സംശയലേശമെന്നെ 100% ഉറപ്പോടെ ഗവൺമെൻറ് ഡോക്ടർമാരടക്കമുള്ള 4 ഡോക്ടർമാരടങ്ങുന്ന 2 സംഘങ്ങൾ 6 മണിക്കൂർ ഇടവിട്ട് അത്യന്താധുനിക മെഡിക്കൽ ഉപകരണങ്ങളുടെയും അതുപോലെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെയും സഹായത്തോടു കൂടി സംശയലേശമെന്നെ പ്രഖ്യാപിച്ചാൽ മാത്രമാണ് നമുക്ക് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. എന്നിട്ട് പോലും ആ പ്രധാന നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് പോലും അവയവദാനത്തെക്കുറിച്ച് മസ്തിഷ്കാനന്തര അവയവദാനത്തെ പോലെ ഇത്രയും അപവാദങ്ങൾ കേട്ടിട്ടുള്ള, ഇത്രയും കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുള്ള ഒരു മെഡിക്കൽ സബ്ജക്റ്റ് അടുത്ത കാലത്ത് ലോകത്തുണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് വളരെ പ്രത്യേകതയാർന്ന ധാരാളം കാരണങ്ങളുണ്ട്. 1994 THOA ആദ്യമായി രൂപീകരിക്കപ്പെടുന്നത്, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂ ആക്ട്. അത് 2011 അമെൻഡ് ചെയ്യപ്പെടുകയും 2014 നിയമമാവുകയും ചെയ്തു. ഈ വൈദ്യശാസ്ത്രപരമായ അല്ലെങ്കിൽ നിയമപരമായ നൈയാമികമായ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ അതിന് അനുബന്ധമായി തന്നെ സോഷ്യലായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള വലിയ കുതിച്ചുചാട്ടങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അവയവദാനത്തെക്കുറിച്ചും അവയവദാനത്തെക്കുറിച്ചുമുള്ളൊക്കെ വലിയ അവബോധങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു നമ്മുടെ സമൂഹത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2012 നമ്മുടെ കേരളത്തിൽ 36 മസ്തിഷ്കാനന്ത ബ്രെയിൻ ഡെത്ത് കഡാവർ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറയുന്ന മസ്തിഷ്കാനന്ത അവയവദാനം നടക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ 2016 അത് ഈ ടെമ്പോ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ 70 ഇരട്ടിയായി 72 ഉയർന്നു. അപ്പോഴാണ് ഒരു നടനും ഒരു സിനിമയും ഒരു ഡോക്ടറും കൂടി ഈ 10,000-കണക്കിന് ആളുകളുടെ പ്രതീക്ഷയാകുന്ന ഈ അവയവദാന സംവിധാനത്തെ തകർത്തെഴുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വന്നത്. ആ നടൻ്റെ പേര് ഈ പ്രത്യേക സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഞാൻ പറയാൻ മടിക്കുകയാണ്. പക്ഷേ സിനിമയുടെ പേര് ഞാൻ പറയാം. ജോസഫ് എന്ന സിനിമയായിരുന്നു അത്. ജോസഫ് എന്ന സിനിമ അവയവദാന സംവിധാനത്തിന് അതിൻ്റെ പ്രക്രിയയ്ക്ക് ഏൽപ്പിച്ച ആഘാതങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ വളരെ കൃത്യമായിട്ട് ദൃശ്യമാണ് എന്നുള്ളതാണ് സങ്കടകരം. അവയവദാനത്തെക്കുറിച്ച് അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും അവബോധങ്ങളും
സംശയങ്ങളും സാമൂഹിക മനസ്സിൽ പ്രചരിപ്പിക്കാനും ആഴത്തിൽ പതിപ്പിക്കാനും ആ ജോസഫ് എന്ന സിനിമയ്ക്ക് കഴിയുകയുണ്ടായി. മറ്റൊന്ന് ഒരു കൊച്ചിൻ ബേസ്ഡ് ഡോക്ടറാണ്, മോഡേൺ മെഡിസിൻ ഡോക്ടറാണ്. അദ്ദേഹമാണ് ഈ അവയവദാന പ്രക്രിയയെ, മസ്തിഷ്കാന്ത അവയവദാന പ്രക്രിയയെ കോടതികളിലേക്കും നിയമക്കുരുക്കിലേക്കും വലിച്ചഴിച്ചത് എന്നത് സ്വയം ഒരു ഡോക്ടർ എന്ന നിലയിൽ സ്വയം വിമർശനപരമായി ഞാൻ കാണുകയാണ്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അവയവദാനത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന രാജ്യം എന്നുകൂടി നമ്മൾ, രാജ്യങ്ങളിൽ എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേക തരത്തിലുള്ള ചില നിയമങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഒരു അവയവദാനി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് എഴുതി വെച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ 100% സമ്മതിച്ചാൽ മാത്രമാണ് അയാളുടെ അവയവം സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അയാൾ എഴുതി വെച്ചാൽ പോരാ, അയാളുടെ ബന്ധുക്കൾ മരണത്തിന് സമ്മതിക്കണം. ഇതാണ് ഓപ്റ്റ് ഇൻ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ സ്പെയിനിലൊക്കെ നോക്കൂ, സ്പെയിനിലൊക്കെ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവയവദാനത്തിന് സന്നദ്ധനല്ല എന്ന് എഴുതി വെച്ചാൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ എടുക്കാതിരിക്കുകയുള്ളൂ. ഇതാണ് ഓപ്റ്റ് ഔട്ട് സിസ്റ്റം. ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഓപ്റ്റ് ഔട്ട് സിസ്റ്റത്തിലേക്ക് മാറുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. നമ്മുടെ നാട്ടിലും അത്തരമൊരു നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യകതയാണ് വളരെ വ്യക്തമായിട്ട് ഉണ്ടാവുന്നതെന്ന് കൂടി പറഞ്ഞു വയ്ക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് 3 കാര്യങ്ങൾ, നമ്മുടെ ബോധനഷ്ടം, ശ്വസിക്കാനുള്ള കഴിവിൻ്റെ അഭാവം, തലച്ചോറിൻ്റെ സ്വാഭാവിക പ്രതികളുടെ അഭാവം, ഇവ 100% കൃത്യതയോടെ രേഖപ്പെടുത്തിയാൽ മാത്രമാണ് മസ്തിഷ്ക മരണം നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. ആദ്യമായി ഡോക്ടർമാർ ചെയ്യുന്നത് ഈ രോഗി ഏതെങ്കിലും രാസവസ്തുവിൻ്റെ പിടിയിൽപ്പെട്ടിട്ടാണോ ബോധം നഷ്ടപ്പെടുന്നത് എന്ന് ഉറപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ ബോധനഷ്ടം സ്ഥായിയാണ്, ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഗ്ലാസ്ഗോ കോമാ സ്കെയിലിൻ്റെയും മറ്റ് അത്യന്താധുനിക മെഡിക്കൽ ഉപകരണ സഹായത്തോടുകൂടി ഉറപ്പിക്കുകയും വേണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് തലച്ചോറിൻ്റെ ബ്രെയിൻ സ്റ്റെം റിഫ്ലക്സസ് എന്ന് പറയും, സ്വാഭാവിക പ്രതികരണങ്ങൾ, കോർണിയൽ റിഫ്ലക്സ്, ഗാഗ് റിഫ്ലക്സ്, ലൈറ്റ് റിഫ്ലക്സ് തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്വാഭാവിക പ്രതികരണങ്ങൾ ഇല്ല എന്ന് ഒരിക്കലും 100% അത് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിക്കുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനം. അത് അപ്നിയ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്നിയ ടെസ്റ്റ് വെന്റിലേറ്ററിലുള്ള രോഗിയെ വെന്റിലേറ്ററിലെ രോഗിക്ക് 100% ഓക്സിജൻ 15 മിനിറ്റ് നൽകിയതിന് ശേഷം 8 മിനിറ്റ് വെന്റിലേറ്റർ ഓഫ് ചെയ്തിട്ട് അദ്ദേഹത്തിന് സ്വയം ശ്വസിക്കാനുള്ള കഴിവുണ്ടോ എന്ന് പരിശോധിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രക്തമെടുത്ത് അദ്ദേഹത്തിൻ്റെ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 20 മില്ലിമീറ്റർ കൂടുകയോ അല്ലെങ്കിൽ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള 60 മില്ലിമീറ്റർ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം മസ്തിഷ്ക മരണം അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിക്കാനുള്ള ബേസിക് പാരാമീറ്ററായി എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇനിയും എന്തെങ്കിലും സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിലാണ് നമ്മുടെ ന്യൂറോ ഫിസിയോളജി ടെസ്റ്റുകൾ ചെയ്യുന്നത്. അതുകൂടി വളരെ കൃത്യമായിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ആക്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു മസ്തിഷ്ക മരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആണ് രോഗിയുടെ ബന്ധുക്കളോട് ഡോക്ടർമാർ സംസാരിക്കുന്നത്. പലപ്പോഴും അത് വലിയൊരു വൈകാരിക മുഹൂർത്തങ്ങളായിരിക്കും. നിങ്ങൾ പിന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം ഒക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ഒരു രോഗിയുടെ ബന്ധുക്കളോട് അദ്ദേഹം മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ആശയ്ക്ക് വകയില്ല എന്ന് പറയുകയും അയാളുടെ അവയവങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം വളരെ 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 പിരിമുറുക്കം നിറഞ്ഞാണ്. ആ ഘട്ടം വിജയപൂർവ്വം തരണം ചെയ്താലാണ് രോഗിയുടെ ബന്ധുക്കൾ സമ്മതിച്ചാൽ മാത്രമാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാനാവുകയുള്ളൂ. ഈ മസ്തിഷ്ക മരണം സംഭവിച്ച ആളുടെ അവയവവും സ്വീകരിക്കുന്ന ആളുടെ അവയവവും ഒരേ സമയത്ത് എടുക്കുകയും മറ്റേ രോഗിക്ക് നൽകുകയും വേണം. ഇത്രയും പെട്ടെന്ന് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്നാണ് ശാസ്ത്രം അനുശാസിക്കുന്നത്.
പലപ്പോഴും അത് നമ്മളുടെ നാട്ടിലൊരു ആഘോഷമായിട്ടാണ് കൊണ്ടാടപ്പെടാറുള്ളത്. ശരിക്കും THOA പറയുന്നത് ആരിൽ നിന്ന് എടുക്കുന്നു എന്നോ ആർക്ക് നൽകുന്നു എന്നോ ഒരിക്കലും അറിയാൻ പാടില്ല എന്നാണ്. നമ്മൾ ഹൃദയപൂർവ്വത്തിൽ തന്നെ നമ്മൾ മോഹൻലാലോട് വൈകാരികമായി അടുപ്പം തോന്നുന്ന ഒരു കഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവയവദാനം ചെയ്ത ആളുകളുടെ ഭാര്യയ്ക്കും മകൾക്കും ഒക്കെ അത്തരം കൺഫ്യൂഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആർക്കാണ് ഈ അവയവം നൽകിയതെന്നോ ആരിൽ നിന്ന് എടുത്തു എന്നോ പറയരുത് എന്ന് കൃത്യമായിട്ട് പറയാറുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള സാധാരണഗതിയിൽ ഇന്ത്യയിൽ 5 ലക്ഷത്തോളം അവയവങ്ങൾ ഒരു വർഷം ആവശ്യമായി വരുന്നതാണ് കണക്ക്. നമുക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്നതാവട്ടെ മാക്സിമം 15,000 അവയവങ്ങളും. ഇന്ത്യയിൽ 1.5 ലക്ഷത്തോളം ആളുകൾ കിഡ്നിക്കായി വേണ്ടി മാത്രം കാത്തിരിക്കുന്നുണ്ട്. കേരളത്തിൽ അത് 2,500 പേരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരണം മുന്നിൽ കണ്ടുകൊണ്ട് 2,500 പേർ കിഡ്നിക്കും അവയവങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഒരു ഉപകാരവും ചെയ്യാതെ എത്രയോ അവയവങ്ങൾ മണ്ണിനടിയിലേക്ക് പോകുന്നത്. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് മാറ്റി തീർക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ഈ മസ്തിഷ്ക മരണത്തിന് ധാരാളം കാരണങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഡോക്ടർ നൗഫൽ പറയും. ഞാനൊരു ഏകദേശ ധാരണ മാത്രമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ബ്രെയിൻ ഡെത്ത് നടക്കുന്നത് തലച്ചോറിന് ഏൽക്കുന്ന അല്ലെങ്കിൽ മസ്തിഷ്കത്തിന് ഏൽക്കുന്ന ആഘാതങ്ങൾ വഴിയാണ്. അത് കഴിഞ്ഞാലാണ് പിന്നെ തലച്ചോറിന് ബ്ലീഡിങ്, രക്തസ്രാവം, പിന്നെ രക്തക്കട്ടുകൾ, ക്ലോട്ടിങ് ഫോം ചെയ്യൽ, പിന്നെ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ ചില ബ്രെയിൻ ട്യൂമേഴ്സും നമ്മുടെ ഈ മസ്തിഷ്ക മരണത്തിന് അല്ലെങ്കിൽ നമ്മളെ ബ്രെയിൻ ഡെത്തിന് കാരണമാവാറുണ്ട്. അതിൽ തന്നെ നമ്മുടെ ഈ മസ്തിഷ്കത്തിന് ആഘാതത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് റോഡ് അപകടങ്ങളാണ്. RTA, റോഡ് ട്രാഫിക് ആക്സിഡൻസ് ആണ്. ഇന്ത്യയിൽ 1.5 ലക്ഷത്തോളം ആളുകൾ ഒരു വർഷം റോഡ് അപകടങ്ങൾ വഴി ബ്രെയിൻ ഡെത്ത് ഉണ്ടാവുന്നുള്ളതാണ് കണക്ക്. പക്ഷേ നമ്മളെ നാട്ടിൽ ഇപ്പോൾ 2017 ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 907 മസ്തിഷ്ക മരണാനന്തര അവയവദാനം മാത്രമേ നടന്നിട്ടുള്ളൂ. ബാക്കി മുഴുവൻ അവയവങ്ങളും നമുക്ക് കിട്ടാതെ ആർക്കും ഉപയോഗപ്പെടാതെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നുള്ളതാണ് സങ്കടകരമായൊരു കാര്യം. പലപ്പോഴും നമുക്ക് സംശയം തോന്നുന്നൊരു കാര്യം, ഇത്രയും കർശനമായ നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ടായിട്ടും THOA പോലെ വളരെ കൃത്യമായിട്ടുള്ള ധാരണകളുള്ള പോയറ്റിക്കായിട്ടുള്ള, ഞാൻ നിങ്ങളോട് എല്ലാവരും അഭ്യർത്ഥിക്കുന്നത് നിങ്ങളെല്ലാവരും THOA വായിക്കണമെന്ന് കൂടിയാണ്. കാരണം ഇത്രയും ഇന്ത്യൻ ഭരണഘടന ഏറ്റവും മഹത്തായ ഒരു പോയറ്റിക്കാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പോയറ്റിക്കായിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് THOA. അത് വളരെ കർശനവുമാണ്. അത്തരം കർശനമായ ഒരു നിയമനിർമ്മാണം ഉണ്ടായിട്ട് പോലും പലപ്പോഴും എന്തുകൊണ്ട് അവയവ മാഫിയകൾ പല സ്ഥലത്തും തഴച്ചു വളരുന്നൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനുള്ള കാരണം, നിങ്ങളുടെ ഉദാഹരണത്തിന് എൻ്റെ ഒരു റിലേറ്റീവ് അത്യാവശ്യമായിട്ട് കിഡ്നി ആവശ്യമുണ്ട്. ഒരു 3 മാസം കൊണ്ട് അയാൾ മരിച്ചു പോകുന്ന ഡോക്ടർമാർ എന്നോട് പറയുന്നു. ഈ നമുക്കൊരു അവയവം ലഭിക്കണമെങ്കിൽ ഈ കേസോട്ടോ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ഓരോ സ്റ്റേറ്റിനുണ്ട്. ആ സ്റ്റേറ്റിൻ്റെ ആ ഓർഗനൈസേഷനിലെ മൃതസഞ്ജീവനി എന്നുള്ളൊരു വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ സ്വീകർത്താക്കൾ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ അവരിൽ നിന്ന് മുൻഗണനാക്രമത്തിലാണ് ഈ അവയവം സ്വീകരിക്കുന്ന ആളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ നമുക്ക് ലഭിക്കണമെന്നില്ല. കാരണം നമ്മുടെ മുൻഗണന ഏറ്റവും താഴെയായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിഡ്നി കിട്ടാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യും? നമ്മളെ റിലേറ്റീവ്, ഏറ്റവും പ്രിയപ്പെട്ട ബന്ധു 3 മാസം കഴിഞ്ഞാൽ മരിച്ചു പോകും അവയവം കിട്ടാതെ. അപ്പോഴാണ് അവയവ മാഫിയയുടെ ഒരാൾ നിങ്ങളെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവയവ മാഫിയെ തേടി പോകുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്നത് അവയവം നൽകാനായി തയ്യാറായി വരുന്നത് ഒരു ദരിദ്ര കുടുംബത്തിലെ സ്ത്രീ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ദരിദ്ര കുടുംബത്തിലെ സ്ത്രീ, അതിലും ഒരു ജെൻഡർ വ്യത്യാസം വളരെ കൃത്യമായിട്ട് പാലിക്കപ്പെടാറുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അതൊരു 15-20 ലക്ഷം നമ്മളോട് ആവശ്യപ്പെടുന്നു. ഈ അവയവ മാഫിയ ഒരു 10-12 ലക്ഷം എടുത്ത് 3 ലക്ഷമാണ് അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റാതെ പോകുന്നു. കാരണം നമുക്ക് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങൾ
മറ്റുള്ള ചില രാജ്യങ്ങൾ, ഉദാഹരണത്തിന് ഇറാനിലോ സ്പെയിനിലോ എങ്ങനെ നിർവഹിക്കപ്പെടുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാനിൽ നിങ്ങൾക്ക് ഒരു അവയവം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് പത്രത്തിൽ പരസ്യം ചെയ്യാം, നിങ്ങൾക്ക് കിഡ്നി ആവശ്യമുണ്ട്, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണ്. അതുപോലെ എനിക്ക് കാശ് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് പത്രത്തിൽ പരസ്യം ചെയ്യാം, ഞാൻ കിഡ്നി നൽകാൻ തയ്യാറാണ്, എൻ്റെ ബി പോസിറ്റീവാണ് ബ്ലഡ്, ആവശ്യമുള്ളവർക്ക് 15 ലക്ഷം വാങ്ങി തന്ന് എനിക്ക് നിന്ന് വാങ്ങാമെന്ന് പറയാം. അതിന് കൃത്യമായിട്ടുള്ള പരസ്യം കൊടുക്കാൻ പറ്റും. സ്പെയിനിൽ സർക്കാരാണ് എല്ലാ കാര്യങ്ങളും, അതിന് തുടക്കം വരെ എല്ലാ ചെലവുകളും വഹിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ കർശനമാക്കും തോറും സംഭവിക്കുന്നത് ഇത്തരം ഇല്ലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായ ആക്ടിവിറ്റികൾ നടക്കുന്നുള്ളതാണ്. ഈ നമ്മൾ ശരിക്കും ഒരു നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായി തിരിച്ചറിയുകയും അത് മനുഷ്യവിരുദ്ധമാകുമ്പോൾ അല്ലെങ്കിൽ സമൂഹ വിരുദ്ധമാകുമ്പോൾ അത് സമൂഹത്തിന് അനുകൂലമായി തിരിച്ചറിയാൻ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു അഭിപ്രായം, നമ്മൾ ഇറാൻ്റെയും സ്പെയിൻ്റെയും ഒക്കെ നിയമങ്ങൾ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ നൈയാമിക ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരിഷ്കരിക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സമൂഹം എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇനി നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഇനി ഇവരെ രണ്ടുപേരും ചോദിക്കാനുണ്ട്. ഈ നമ്മുടെ മസ്തിഷ്ക മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ധാരാളം സംശയങ്ങളും തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നമുക്ക് ഒരു അവയവദാനം, മസ്തിഷ്കാന്റെ അവയവദാനം ഒരു സാമൂഹ്യ പ്രസ്ഥാനമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്ന സമയത്താണ് മനുഷ്യൻ എത്ര മഹത്തായ പദം എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ഉച്ചരിക്കാനാവുക എന്നുകൂടി ഞാൻ കരുതുന്നു. അടുത്ത ചോദ്യം ഞാൻ ഡോക്ടർ നൗഫലിനോടാണ് ചോദിക്കുന്നത്. നൗഫൽ, ഞാൻ ഒരു വ്യത്യസ്തമായ കാര്യമാണ് ചോദിക്കുന്നത്. പലപ്പോഴും മതങ്ങൾ ഈ അവയവദാനത്തെ വളരെ ശക്തമായിട്ട് ഇടപെടാറുണ്ട്. ചില പ്രത്യേക മതങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാം മതം വളരെ കൃത്യമായ ധാരണകളും അതിനെപ്പറ്റിയുള്ള ഫത്വകളൊക്കെ പുറപ്പെടുവിക്കാറുണ്ട്. എന്താണ് ഇസ്ലാം മതത്തിൽ അവയവദാനത്തെക്കുറിച്ചുള്ള ധാരണ, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തെക്കുറിച്ചാണല്ലോ. ഇപ്പോൾ എപ്പോഴും മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, മസ്തിഷ്ക മരണം എന്നുള്ളതിനെ എങ്ങനെയാണ് ഒരു മതപരമായിട്ട് കാണുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ മസ്തിഷ്ക മരണമാണോ യഥാർത്ഥ മരണം, ഇതാണ് പലരുടെയും സംശയം. ഇപ്പോൾ നമ്മൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് മിടിപ്പ് നിന്നു, അല്ലെങ്കിൽ നമ്മൾ പൾസ് പിടിച്ചു നോക്കി പിടിക്കുന്നില്ല, അതോടുകൂടി മരണം ഡിക്ലെയർ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ECG കണ്ടുപിടിച്ചതോടാണ് നമുക്കതിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, പൾസ് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ വളരെ ഫീബിളായിട്ടുള്ള പൾസ് ആണെങ്കിലും ഹാർട്ട് പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി മരണത്തെ നിർവചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അവിടെ നിന്നും നമ്മൾ CPR, കാർഡിയോപൾമണറി റെസസിറ്റേഷനും വെന്റിലേറ്ററും വന്നപ്പോഴാണ് ഹൃദയം നിൽക്കുന്നത് ഒരിക്കലും ഒരു സ്ഥായിയായ സംഭവമല്ല എന്നുള്ളതും അത് റിവേഴ്സിബിളാണ്, അത് അല്ല മരണം എന്നുള്ളതും സയൻസിന് മനസ്സിലായത്. അപ്പോൾ വെന്റിലേറ്ററും ഡീഫിബ്രിലേറ്ററും വന്നതോടുകൂടിയാണ് ബ്രെയിൻ ഡെത്ത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് തന്നെ മെഡിക്കൽ സയൻസ് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിൻ ഡെത്ത് മരണമാണോ അതോ ബ്രെയിൻ ഡെത്തിനെ മരണത്തോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡിസ്കഷൻസാണ് മതപരമായിട്ടുള്ള മേഖലകളിലും ആദ്യമുണ്ടായത്. അങ്ങനെ 1985-86 കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രത്യേകിച്ച് ഇസ്ലാമിക മതത്തെക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇസ്ലാമിൽ ബ്രെയിൻ ഡെത്ത് മരണമാണ് എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ OIC എന്നുള്ളൊരു സംഘടനയുണ്ട്, അവരുടെ ഒരു ഇസ്ലാമിക് ഫിഖ് അക്കാഡമി ഉണ്ട്. അതാണ് ലോകത്തെമ്പാടും കർമ്മശാസ്ത്രപരമായി മുസ്ലിങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിയാണ്. അപ്പോൾ OIC എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവിടെ വെച്ച് നടന്ന ഡിസ്കഷനിൽ 1985-ലും 86-ലുമായിട്ട് നടന്ന 1-2 മീറ്റിങ്ങുകളിലാണ് മസ്തിഷ്ക മരണമാണ് എന്നുള്ള ഒരു സംഗതിയും മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളിൽ നിന്ന് നമുക്ക് ലൈഫ് സപ്പോർട്ട് വിത്ഡ്രോ ചെയ്യാം അല്ലെങ്കിൽ മാറ്റാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യം വന്നത്. അപ്പോൾ അതുവരെ അവയവദാനത്തെക്കുറിച്ച്, അപ്പോഴും മസ്തിഷ്ക മരണാനന്തര അവയവദാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും നമുക്കറിയാം, വളരെയധികം ഓരോ കാര്യത്തെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ഓരോന്നിനും കൃത്യമായ ഒരു ചട്ടക്കൂടിലുള്ള ഒരു മതമാണ് ഇസ്ലാം മതം. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഇഷ്ടംപോലെ ഡിസ്കഷൻ ഉണ്ടാവുകയും ഏകദേശം 2-3 വർഷം കഴിഞ്ഞിട്ട് ജിദ്ദയിൽ വെച്ച് നടന്ന അടുത്ത മീറ്റിങ്ങിലാണ് മസ്തിഷ്ക മരണാനന്തര അവയവദാനം
ഇസ്ലാമികമായി തെറ്റല്ല, അത് ചെയ്യാവുന്നതാണ് എന്നുള്ള ഒരു ഡിസ്കഷൻ വരികയും അത് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അപ്പോൾ മതപരമായിട്ട് മൊത്തത്തിൽ ഒരു ആഗോളതലത്തിൽ മുസ്ലിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് ഒരു നല്ല കാര്യമാണ്. ഒരു മനുഷ്യനെ രക്ഷിച്ചാൽ ഒരു മനുഷ്യ സമൂഹത്തെ മൊത്തം രക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള ഖുർആനിക വചനത്തെ വെച്ചുകൊണ്ട് തന്നെ അതിനെ ലോകത്തെമ്പാടുമുള്ള, അപ്പോൾ ബ്രിട്ടീഷ് ഡൊണേഷൻ്റെ വെബ്സൈറ്റൊക്കെ എടുത്ത് നോക്കിയാൽ അതിൽ കാണാവുന്ന വചനങ്ങളാണിത്. ഈ ഖുർആനിക വചനങ്ങളടക്കം വെച്ചിട്ട് അവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വെബ്സൈറ്റിൽ തന്നെ കാണാം നമുക്ക്. അപ്പോൾ അത്രയും ആ ഒരു ലെവലിലേക്ക് ആഗോളതലത്തിൽ വളർന്നെങ്കിലും ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിൽ നിന്ന് കുറച്ചെങ്കിലും പുറകോട്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം. കാരണം ഇന്ത്യൻ മുസ്ലിങ്ങൾ എപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറിലൂടെ വളർന്നു വരുന്ന ആഗോള മുസ്ലിം കൾച്ചറിനോട് പലപ്പോഴും അത്ര തന്നെ ഫോളോ ചെയ്യാത്ത ഒരു വിധത്തിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈയിടെയായി ഇതിനെക്കുറിച്ച് കുറേ ഡിസ്കഷൻസ് നടക്കുകയും ആഗോളതലത്തിൽ നടക്കുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയെക്കാളേറെ ഓർഗൻ ഡൊണേഷൻ നടക്കുന്ന രാജ്യങ്ങളാണ്. ഈജിപ്തിലൊക്കെ ഈവൻ അതിനു മുമ്പ് തന്നെ, ഈവൻ 1960s 70s തന്നെ അവിടെ മരണപ്പെട്ട് കഴിഞ്ഞ, അന്ന് ബ്രെയിൻ ഡെത്തിനെ കുറിച്ചിട്ട് ഇത്രയും ഡിസ്കഷൻ കഴിഞ്ഞിട്ടില്ല, മരണപ്പെട്ട് കഴിഞ്ഞ ആളിൽ നിന്ന് വല്ല അവയവവും മറ്റുള്ളവർക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്നുള്ളത് ആ സമയത്ത് തന്നെ വന്നൊരു രാജ്യങ്ങളാണ്. അപ്പോൾ പക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങളിലേക്ക് ഇത് പെർക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്, കൂടുതലായിട്ട് അതിൻ്റെ ഒരു അവയർനെസ് വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ മേജർ നല്ലൊരു ഫാക്ഷൻ ആളുകളും ഇന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ അവയവദാനം ഒരു നല്ല കർമ്മമായിട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കുറച്ച് നൂലാമാലകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൃതദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളുണ്ട്. അതിൽ ഒരു മൃതദേഹം എത്രയും പെട്ടെന്ന് മറവ് ചെയ്യേണ്ടതിൻ്റെ ഇസ്ലാമിൽ പറയുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. അതുപോലെയുള്ള പല കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റേണ്ടതുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഞാനൊരു ന്യൂറോ സർജൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ICUവിലാണ് കൂടുതലും ബ്രെയിൻ ഡെത്തുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ ബ്രെയിൻ ഡെത്തുകൾ ഉണ്ടാകുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണമാണ്, അതിൽ സംശയമില്ല. ഒരു മെഡിക്കൽ സയൻസിൽ ഒരു സംശയാതീതമായി പറയുന്ന ഒരു കാര്യമാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു രോഗി, മസ്തിഷ്ക മരണം പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് മസ്തിഷ്ക മരണം നിർണയിച്ച ഒരു വ്യക്തി ഒരിക്കലും തിരിച്ചു വരില്ല, അതാണ് മരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മസ്തിഷ്ക മരണമായി, കാരണം കേരള നിയമപ്രകാരം അടക്കം 2020 വന്ന കേരളത്തിലെ സർക്കുലർ പ്രകാരം അടക്കം മസ്തിഷ്ക മരണം, നേരത്തെ പറഞ്ഞ അപ്നിയ ടെസ്റ്റിൻ്റെ സമയമാണ് മരണസമയം, അല്ലാതെ ഹൃദയമിടിപ്പ് നിൽക്കുന്നതല്ല. ഒരു വെന്റിലേറ്ററിലുള്ള അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ടിലുള്ള ഒരു രോഗി അപ്നിയ ടെസ്റ്റ് പോസിറ്റീവായാൽ ആ രണ്ടാമത്തെ അപ്നിയ ടെസ്റ്റ് 2 പ്രാവശ്യം ചെയ്യണമെന്നുള്ളതാണ്, 6 മണിക്കൂർ ഇടവിട്ട്. രണ്ടാമത്തെ അപ്നിയ ടെസ്റ്റ് പോസിറ്റീവാകുന്ന സമയമാണ് മരണത്തിൻ്റെ സമയം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വീണ്ടും കുറച്ച് പ്രോട്ടോക്കോളുകളും കൂടി ഫോളോ ചെയ്യേണ്ടതുണ്ട് അവയവദാനത്തിന്. അപ്പോൾ ആ ഒരു സമയം നീണ്ടു പോകുന്നതാണ് പലരുടെയും കൺസേൺ. അപ്പോൾ നമുക്ക് തന്നെ എത്രയോ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ പറയുകയാണ് ഇതിങ്ങനെ അവയവദാനത്തിന് അവർ റെഡിയാണെന്ന് പറയും, പിന്നെ നമ്മൾ അതിൻ്റെ പ്രോട്ടോക്കോളും, കാരണം അതൊരു ഗവൺമെൻറ്റിൻ്റെ ത്രൂ നടക്കുന്ന ഒരു സംഗതിയാണ്, അതിൻ്റേതായിട്ടുള്ള പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലൊരു എങ്ങനെയാണെങ്കിലും ഒരു ഓൾമോസ്റ്റ് ഒരു 10-12 hours ഇവർക്ക് വീണ്ടും നീണ്ടുപോകുന്നത്. ഇതൊക്കെ വളരെ വലിയൊരു കൺസേൺ ആയിട്ട് എസ്പെഷ്യലി എനിക്ക് തോന്നുന്ന മുസ്ലിം സമുദായത്തിലുണ്ട്. അപ്പോൾ നമുക്ക് അത് എല്ലാവർക്കും ഉണ്ട്, ഞാൻ അങ്ങനെ പറയല്ല, ഈവൻ മറ്റുള്ള ആളുകൾക്കും പലപ്പോഴും മരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ആളുകൾക്ക് അത് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിക്കണം എന്നുള്ള ആ ഒരു ഫീലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം, ഇതൊരു ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെന്നുള്ളതും, മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിലാണ് ചൂഷണങ്ങളുടെ സാധ്യത ഏറ്റവും കുറവ് എന്നുള്ളതും ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതൊരു ഗവൺമെൻറ് നടത്തുന്ന പദ്ധതി. ഇപ്പം നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാൻ തിരുവനന്തപുരത്ത് വളരെ നന്നായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞൊരു 1-2 മാസമായിട്ട് ട്രിവാൻഡ്രത്ത് വളരെയധികം അവയവദാനം നടന്നു. കാരണം എന്താ, അവിടെ മിനിസ്റ്റർ അടക്കം, നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ അടക്കം ഇൻവോൾവ് ആയിട്ടാണ് അത് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ആ ഒരു ന്യൂസ് വന്നു, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻവോൾവ് ആയിട്ടാണ്.
പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ഒരു ചൂഷണത്തിന് വേണ്ടിയിട്ടുള്ള, നമ്മളെ മലയാളികളുടെ ഒരു പ്രത്യേക പ്രശ്നമാണ്, നമ്മളൊരു കോൺസ്പിറസി തിയറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ പോകും. അപ്പോൾ നമ്മൾ ഏതൊരു നല്ലൊരു കാര്യത്തിനും ഒരു കോൺസ്പിറസി തിയറി വന്നു കഴിഞ്ഞാൽ അതാണ് ശരി എന്നുള്ള നിലക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അതൊരു ഗവൺമെൻറ് പദ്ധതിയാണ് എന്നുള്ളൊരു മെസ്സേജ് എത്താത്തത് കൊണ്ടാണ് കൂടുതൽ ആളുകളും തയ്യാറാവാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു നഫൽ. പലപ്പോഴും ആളുകൾക്കുള്ളൊരു സംശയം, സാധാരണ മരണം സംഭവിച്ച ഒരാളുടെ അവയവം എന്തുകൊണ്ട് എടുത്തുകൂടാ, എന്തുകൊണ്ട് മസ്തിഷ്ക മരണം കാത്തിരിക്കണം എന്ന് ചോദിക്കാറുണ്ട് ആളുകൾ. സാധാരണ മരണത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ഹൃദയം ആദ്യം നിലയ്ക്കുകയും പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്കുള്ള രക്തചംക്രമണം നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അതിൻ്റെ വൈറ്റാലിറ്റി, അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതാവുകയും ചെയ്യുന്നു. മസ്തിഷ്ക മരണത്തിലാവത്തെ നിയമപരമായും വൈദ്യശാസ്ത്രപരമായും ഈ രോഗി മരിക്കുന്നെങ്കിൽ കൂടി നമ്മൾ ഹാർട്ട് ലൈൻ മെഷീൻ, വെൻറ്റിലേറ്റർ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി രക്തചംക്രമണം നിലനിർത്തുകയും അവരുടെ അവയവങ്ങളിലേക്കുള്ള രക്തചംക്രമണം നിലയ്ക്കാതെ നോക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് നോർമൽ സാധാരണ മരണത്തിൽ നിന്ന് അവയവങ്ങൾ എടുക്കാൻ പാടില്ലാത്തതും പറ്റാത്തതും മസ്തിഷ്ക മരണാനന്തര അവയവദാനം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഫിറോസിനോടാണ് ചോദിക്കുന്നത്, ഒരു നെഫ്രോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് സാധാരണഗതിയിൽ? നമസ്കാരം. അതിനകത്ത് നമ്മളൊരു വളരെ ലളിതമായിട്ട് അതിൻ്റെ കണക്കുകൾ പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു 35 ലക്ഷം ആൾക്കാരുള്ളതിൽ ഒരു 10 ലക്ഷം ആൾക്കാരിൽ ഒരു 200 പേര് ഓരോ വർഷവും പുതുതായിട്ട് എന്താ പറയുക ഡയാലിസിസിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരാവശ്യകതയിലോട്ട് വരുന്നുണ്ട്. അതായത് കിഡ്നി പൂർണ്ണമായിട്ടും ഫെയിലായി അതിൻ്റെ കാര്യപ്രാപ്തി ഇല്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. അപ്പം ഓരോ വർഷവും ഒരു ജനുവരി 1 തൊട്ട് ഡിസംബർ 31 നമ്മൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ 700ഓളം പുതിയ രോഗികൾ ഡയാലിസിസിലോട്ട് അല്ല ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യം എന്നുള്ള രീതിയിൽ വരികയാണ്. അതിൽ കുറേയൊക്കെ നമ്മളൊരു 25-30% വാർദ്ധക്യ സഹജമായ കിഡ്നി അസുഖങ്ങളായിട്ട് മാറ്റിയാലും ഒരു 400 പേരോളം ഓരോ വർഷവും ട്രാൻസ്പ്ലാന്റായിട്ട് വരേണ്ടതാണ്. അപ്പോൾ ഇത് വലിയൊരു നമ്പറാണ്, മനസ്സിലായില്ല. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഓരോ വർഷങ്ങളത്തെ ബാക്ക്ലോഗ് ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ നോക്കുകയാണെങ്കിൽ 2004 4 ഡയാലിസിസ് സെൻറ്ററിൽ നിന്ന് ഇന്ന് 2026 വന്ന് നിൽക്കുമ്പോൾ ഏതാണ്ട് 55-60 ഡയാലിസിസ് സെൻറ്റർ ഉണ്ട്. ഏതാണ്ട് 10-15 ഇരട്ടി ഡയാലിസിസ് സെൻറ്റർ കൂടിയിട്ടുണ്ട്. പക്ഷേ ട്രാൻസ്പ്ലാന്റ് കൂടിയിട്ടുള്ളത് 1-2 ഇരട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇവരുടെയൊക്കെ ഒരു ആവറേജ് ഏജ് ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ പ്രായമാണ്. 40 വയസ്സ് 42 വയസ്സ് ഇതാണ് നമ്മൾ ആവറേജ് നമ്മൾ കാണുന്നത്. അതായത് നമുക്കറിയാമല്ലോ 40 വയസ്സുള്ള ആളുടെ അടുത്ത് നമ്മൾ പറയുകയാണ് നാളത്തെ സൂര്യോദയം നിനക്ക് കാണണമെങ്കിൽ നീ മെഷീൻ്റെ കൂടെ 4 മണിക്കൂർ കിടക്കണം, ഇല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും കിഡ്നി തരണം എന്ന് പറയുന്ന ആ ഒരു സോഷ്യൽ പോയിൻ്റ് ഉണ്ടല്ലോ, സോഷ്യൽ ചലഞ്ച്, അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന നിലയ്ക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് വലിയ സർജറി ഒന്നുമല്ല, മനസ്സിലായില്ലേ. അവിടെ നമുക്ക് അപ്പോൾ അവിടെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ഇന്ത്യയുടെ ലാൻഡ്സ്കേപ്പ് നോക്കുകയാണെങ്കിൽ 130-140 കോടി ജനങ്ങൾ ഓൾറെഡി പബ്ലിഷ്ഡ് കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ 10-15 കോടി ആൾക്കാർ ഫ്രാങ്ക് ഡയബറ്റീസാണ്. വീണ്ടും ഒരു 15-20 കോടി ജനങ്ങൾ പ്രീ ഡയബറ്റീസാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിന്നാണ് ഒരു ഡോണർ വരേണ്ടത്. ഇപ്പോൾ 40-45 വയസ്സുള്ള ആളുടെ ഡോണർ വരുന്നത് അവൻ്റെ സഹോദരങ്ങളോ അവൻ്റെ മാതാപിതാക്കളോ ഇവരൊക്കെ വരുന്നത് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ വരും. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്കൊരു ഡോണർ, ഹെൽത്തി ഡോണർ, ഇപ്പം നമുക്കൊരു 25 വയസ്സുള്ള ആളെ പരിശോധിക്കുകയാണെങ്കിൽ അയാൾക്ക് ഷുഗറില്ല പ്രഷറില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇന്നത്തെ ടെസ്റ്റിംഗ് സമ്പ്രദായത്തിന് 25 വയസ്സുകാരൻ ഇന്ന് കിഡ്നി കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ 35-ാമത്തെ വയസ്സിലും അവൻ്റെ 45-ാമത്തെ വയസ്സിലും ഒരു അസുഖം വരത്തില്ല എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമ്മുടെ കൂട്ടത്തിലില്ല. അപ്പോൾ ഒരു ലിവിങ് ഡോണറിനെ എടുക്കുക എന്ന് പറയുന്നതിൽ അതിൻ്റെ എല്ലാ അനിശ്ചിതത്വങ്ങളും ഉണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഏജ് അവർ കിട്ടുന്ന ഡോണർ വരുന്ന പൂളെങ്കിൽ നമ്മൾ അടങ്ങുന്ന പൂളാണ്. ഏതായത് 30%-35% ഷുഗർ നമ്മളെ നോക്കി ചിരിക്കുന്നതും പ്രഷർ വേറെ ബാക്കിയുള്ള അസുഖങ്ങൾ വേറെ ഇതൊക്കെ നിൽക്കുന്ന ഒരു സമൂഹം ഡോണറിന് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്, മനസ്സിലല്ലേ. ഇനി ഇവർ 25 വയസ്സ് 30 വയസ്സുള്ള ഡോണർ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ അസുഖം വരാണ്ട് നോക്കുക അല്ലെങ്കിൽ വരാൻ ഇടപെടുന്ന രീതിയിൽ അവരെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസം നമുക്കില്ല.
മനസ്സിലായി. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ ഒരു സോഷ്യൽ ഉത്തരവാദിത്തങ്ങളിൽ കൂടെ ഒരു ട്രാൻസ്പ്ലാന്റ് നടത്തിയെടുക്കാനുള്ള ഒരു വിമുഖതയാണ് പല ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സിനും ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ വീണ്ടും വന്ന് നിൽക്കുന്നത്. നമുക്ക് ഈ ഡോണറിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്തത്. ഇപ്പോൾ നമ്മൾ നേരത്തെ സാറ് പറഞ്ഞല്ലോ, സ്പെയിനിലെ കണക്കെന്ന് പറയുന്നത് 10 ലക്ഷം പേരിൽ 35 ഡോണർ ഓരോ വർഷം മിനിമമായിട്ട് കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു 70 കിഡ്നി 10 ലക്ഷം പേരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ 140 കിഡ്നി ദാനം ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കുകളാണ്. അപ്പോൾ ഇത് നടക്കുകയാണ് എങ്കിൽ ഇത് കിഡ്നിയുടെ കണക്ക് മാത്രമല്ലല്ലോ, ഇതിപ്പം നമുക്ക് കരളുണ്ട്, ഹാർട്ടുണ്ട്, ഇതിനൊന്നും ഇങ്ങനെ ദാനം പോലും പലപ്പോഴും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഹാർട്ടൊക്കെ ദാനം ചെയ്യൽ നടക്കില്ല. അപ്പം ഈ ഒരു ഏജിലുണ്ടാകുന്ന അസുഖങ്ങളും അവർക്ക് സാമൂഹികമായിട്ട് സൊസൈറ്റിയിൽ നിന്നൊരു ഡോണറിനെ കിട്ടാനുള്ള ഇതും, ഇനി ഡോണർമാരുള്ള കുടുംബത്തിൽ തന്നെ പലർക്കും ഗ്രൂപ്പ് മാച്ച് ആവുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള മാച്ചിങ് നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇത് കൂടുതൽ സങ്കീർണമായി പോവുകയാണ്. അപ്പോൾ ഇവർ ഈ പാളത്തിൽ നിന്ന് തന്നെ മാറ്റി വേറൊരു മെക്കാനിസത്തിൽ കൂടി ഈ ചെറുപ്പക്കാർക്ക് അവയവങ്ങൾ ഫെയിലാവുന്നവർക്ക് ഒരു പരിഹാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത വെല്ലുവിളികളായിരിക്കും. താങ്ക് യു ഫിറോസ്. അടുത്ത ചോദ്യം നൗഫലിനോടാണ്. ഈ മസ്തിഷ്ക മരണം എന്നുള്ളത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പലപ്പോഴും നമ്മൾ അറിയാറുള്ളത്. ഈ മസ്തിഷ്ക മരണം പ്രഖ്യാപിക്കുന്നതിൻ്റെ യഥാർത്ഥ വെല്ലുവിളികൾ ഒരു ന്യൂറോളജിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ അവതരിപ്പിക്കും? നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ മസ്തിഷ്ക മരണം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ വന്നത് നമ്മൾ ജീവൻ നിലനിർത്താൻ ഉപയോഗിക്കുന്ന ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഇൻവെൻറ്റ് ചെയ്തതോടുകൂടിയാണ്. വെന്റിലേറ്ററും എക്മോ പോലെയുള്ള മെഷീൻസ് വന്നപ്പോഴാണ് മസ്തിഷ്ക മരണം എന്നുള്ളൊരു സംഗതി ഉണ്ടായത്. ഇപ്പോൾ ഒരു വീട്ടിൽ മരിക്കുന്ന ഒരാൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് നിന്ന് പോയാൽ ഇപ്പോൾ ബ്രെയിനിലേക്ക് ഒരു 8 മിനിറ്റിലധികം രക്തയോട്ടം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ബ്രെയിനും ഡെത്താവും. അപ്പോൾ ഹാർട്ട് നിന്ന് പോയ ഒരാളുടെ 8-10 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഹൃദയത്തെ വീണ്ടും ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ മസ്തിഷ്ക മരണത്തിലേക്ക് പോകും. അപ്പോൾ ഒരു വീട്ടിൽ വെച്ച് മരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മസ്തിഷ്ക മരണം അല്ലെങ്കിൽ കാർഡിയാക് ഡെത്ത് എന്നുള്ള 2 സംഗതികൾ നമുക്ക് പറയാനില്ല. അത് രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് നടക്കും. ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റം വെന്റിലേറ്ററിലുള്ള ഒരു രോഗിയിലാണ് ബ്രെയിൻ ഡെത്ത് ആദ്യം സംഭവിക്കുക. ബ്രെയിൻ ഡെത്ത് ആദ്യം സംഭവിക്കുമ്പോൾ നമുക്കുള്ള 2 കൺസേൺസ് ആണുള്ളത്. ഒന്ന്, ബ്രെയിൻ ഡെത്ത് ആയ ഒരു രോഗി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അറിഞ്ഞുകൊണ്ടും വെന്റിലേറ്ററിൽ തുടരുന്നത് 2 നിലക്ക് ബുദ്ധിമുട്ടാണ്. ഒന്ന്, ആ രോഗിയുടെ ഒരു ഡിഗ്നിറ്റിയോട് ചെയ്യുന്ന തെറ്റാണ് നമ്മൾ. രണ്ടാമത്തത്, ഇന്ത്യ പോലുള്ള ഒരു റിസോഴ്സ് കൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ റിസോഴ്സുകൾ കുറവായിട്ടുള്ള ഒരു രാജ്യത്ത് നമ്മൾ നമ്മുടേതായിട്ട് എത്രയോ ആളുകൾ വെന്റിലേറ്ററിന് വേണ്ടിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ആവശ്യമില്ലാതെ ഒരു രോഗിയെ വെന്റിലേറ്ററിൽ കണ്ടിന്യൂ ചെയ്യുക, അവർക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് മസ്തിഷ്ക മരണം നമ്മൾ ഒരു ICUവിൽ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രാക്ടീസാക്കി മാറ്റണം എന്നുള്ള നിയമം തന്നെ ഗവൺമെൻറ് കൊണ്ടുവരാൻ കാരണം. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ഒരു ICUയിലുള്ള ഒരു രോഗി ഡീപ്ലി കോമറ്റോസ്, അതായത് വളരെയധികം അബോധാവസ്ഥയിൽ യാതൊരു റെസ്പോൺസ്, പെയിൻ കൊടുക്കുമ്പോൾ യാതൊരു റെസ്പോൺസും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. കൃഷ്ണമണി റിയാക്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ലൈറ്റ് അടിക്കുമ്പോൾ കൃഷ്ണമണി റിയാക്ട് ചെയ്യുന്നില്ല, കോർണിയൽ റിഫ്ലക്സ് ഇല്ല എന്നിങ്ങനെ ബേസിക് റിഫ്ലക്സുകൾ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരിൽ ഒരു ഫോർമൽ ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ ചെയ്യുകയും അങ്ങനെ ബ്രെയിൻ ഡെത്ത് ആണോ അല്ലയോ എന്ന് ഡിക്ലെയർ ചെയ്യുകയും വേണം എന്നുള്ളത് ഗവൺമെൻറ് നിയമമാണ്. പക്ഷേ പലപ്പോഴും അത് നടപ്പാക്കുന്നില്ല. നടപ്പാക്കാതിരിക്കാനും കുറേ കാരണങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ അടക്കമുള്ള ആളുകൾ ഈ ബ്രെയിൻ ഡെത്തിനെതിരെയും അവയവദാനത്തിനെതിരെയും മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾക്കടക്കമുള്ള പല ന്യൂറോ സർജറി ഡോക്ടേഴ്സിന്, കാരണം ന്യൂറോ സർജറി ഡോക്ടേഴ്സാണ് ഈ ഒരു 4 ഡോക്ടേഴ്സ് വേണ്ടതിൽ ഒരു ഡോക്ടറായിട്ട് വേണ്ട മെയിൻ ആൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്കൊക്കെ നോട്ടീസ് അടക്കം വന്നു, നിങ്ങൾ ഇനിയും ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ലീഗലി നിങ്ങളെ നേരിടും എന്നുള്ളവർക്ക്. ലീഗലി നേരിടാനൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ എന്നാലും ഇപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു കേസ് വരികയാണ്, വെറുതെ ആണെങ്കിലും അത് തെറ്റാണെങ്കിൽ പോലും നിങ്ങൾക്കത് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും അതിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷൻ നിന്നുപോയത്. ഈ ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷൻ നിന്നു പോകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവയവദാനം മുന്നോട്ട് വരില്ല. ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 ഗുണങ്ങളാണ്. ഒന്ന്, അവയവദാനം സംസാരിക്കാനുള്ള ഒരു വിൻഡോ കിട്ടും. 2, ആ ഒരു രോഗിയുടെ ഡിഗ്നിറ്റിയും അവരുടെ അൺനെസസറി ആയിട്ടുള്ള ഒരു സാമ്പത്തിക നഷ്ടവും ഒഴിവാക്കാനും നമുക്ക് കഴിയും.
പക്ഷേ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ 4 ഡോക്ടേഴ്സ് വേണം. 4 ഡോക്ടേഴ്സ് 6 മണിക്കൂർ ഇടവിട്ട് സർട്ടിഫൈ ചെയ്യുമ്പോഴാണ് ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ആവുന്നത്. അത് എസെൻഷ്യലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം ഒരാളെ മരണമെന്ന് വിധിക്കുമ്പോൾ അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കണം. അതൊക്കെ വളരെ ആവശ്യമുള്ള സംഗതിയാണ്. പക്ഷേ ഈ 4 പേരുണ്ടായി 6 മണിക്കൂർ ഇടവിട്ട്, കാരണം അത്രയും കണിശതയോടുകൂടിയാണ് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മരണം ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മുടെ മുൻപ് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് കാലത്തൊരു ഒരു 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 പേടിയുണ്ടായിരുന്നു. നമ്മൾ അലൈവായിട്ട് തന്നെ ബറീഡാവുന്ന, അല്ലെങ്കിൽ ഒരാളെ കുഴിച്ചു മൂടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് ശവക്കല്ലറയിൽ കയ്യിലേക്കൊരു കയറിട്ടിട്ട് മണിയിലേക്ക് ഘടിപ്പിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു യൂറോപ്പിൽ 19-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലൊക്കെ. നമ്മൾ തെറ്റായിട്ടെങ്ങാനും ശവക്കല്ലറയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ കൈയളക്കുമ്പോൾ ആ മണി അടിച്ചിട്ടെങ്കിലും നമുക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നാണ് ഇത്രയും കണിശതയോടുകൂടി മരണം നിർവചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബ്രെയിൻ ഡെത്ത് എന്നുള്ളത് അത്രയും കണിശതയോടെ നിർവചിക്കുന്ന ഒന്നാണ്. അതുതന്നെയാണ് മരണം എന്നുള്ളതിൽ ഒരു സംശയവും ജനങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിച്ചാൽ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ അവയവദാനം വരും. ഞാൻ ഫിറോസ് ഡോക്ടർ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. നമ്മൾ 2014 ഇന്ത്യയിൽ വളരെ നല്ല രീതിയിൽ ആ നിയമം മുന്നോട്ട് വന്നത്, നമ്മുടെ നോട്ടോയുടെ കാര്യത്തിലേക്ക്. 2015 കേരളത്തിൽ 75ഓളം അവയവദാനങ്ങൾ നടന്നു, ഓർഗൻ ഡൊണേഷൻ. ഇന്ത്യയിലാകെ 300 എന്നാൽ കഴിഞ്ഞ വർഷം ഇന്ത്യയിലാകെ 3400 നടന്നിടത്ത് കേരളത്തിൽ 21 2025 കഥയാണ്. അപ്പോൾ സാക്ഷരതയിലും ഹെൽത്തിലും എല്ലാ കാര്യത്തിലും 1-ാം നമ്പർ എന്ന് പറയുന്ന നമ്മളുടെ എത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ അടുത്തുള്ള തമിഴ്നാട്ടിൽ 300-ലധികം നടന്നു, കർണാടകയിലും നടന്നു. അപ്പോൾ 3400 ഡൊണേഷൻ ഇന്ത്യയിൽ നടന്നത് 21 മാത്രമാണ് 2025 കേരളത്തിൽ വെച്ച് നടന്നത്. അതാണ് അതിൻ്റെ സംക്ഷിപ്ത രൂപം. ഏകദേശം 3400 അവയവദാനം ഇന്ത്യയിൽ നടക്കുമ്പോൾ, മരണാനന്തര അവയവദാനം ഇന്ത്യയിൽ നടക്കുമ്പോൾ കേരളത്തിൽ 21. പലപ്പോഴും നമ്മൾ സാംസ്കാരികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയമായും ഒക്കെ വളരെ മുന്നോട്ട് നിൽക്കുന്ന ജനതയാണ് അഭിമാനം കൊള്ളുമ്പോഴും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രമാണ് ഇപ്പോൾ ഡോക്ടർ നൗഫൽ പറഞ്ഞത്. ഡോക്ടർ അസീസ്, ഈ അവയവദാന മാഫിയെ നമുക്ക് നിലക്കി നിർത്താനാവുമോ? എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? ഇപ്പം അവയവദാന മാഫി എന്ന് പറഞ്ഞത് നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ഒരു സ്വഭാവം പറഞ്ഞുതരാം. ഇപ്പോൾ ശരിക്കും നമുക്ക് സാറ് പറഞ്ഞ പോലെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനെ നിയമത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് അച്ഛനമ്മ, സഹോദരി സഹോദരന്മാർ, ഭാര്യ ഭർത്താവ്, മക്കൾ. 94 നിയമം അതാണ്. പിന്നെ 2011 അമെൻമെൻറ്റ് നടന്നു. 14 അത് ആക്റ്റായിട്ട് വന്നതിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുക്കാം, പേരക്കുട്ടികൾക്കും കൊടുക്കാം. അപ്പം ബാക്കിയുള്ളതെല്ലാം, അതായത് നമ്മുടെ സംസ്കാരത്തിൽ അമ്മയുടെ സഹോദരൻ, തായ്മാമൻ അടുത്ത ബന്ധുവാണ്. പക്ഷേ നിയമത്തിൽ അതൊരു നിയർ റിലേറ്റീവ് അല്ല. ഇളയമ്മ, ഇതൊക്കെ ഇളയച്ചൻ, ഇതൊന്നും നിയമത്തിൻ്റെ മുന്നിൽ ഇത് അടുത്ത ബന്ധുക്കളല്ല. എൻ്റെ അയൽവക്കത്തുള്ള ആൾ തരുന്നതാകട്ടെ, എൻ്റെ ഇളയച്ചൻ തരുന്നതാകട്ടെ, അത് ഓതറൈസേഷൻ കമ്മിറ്റി, കേരള ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റിയിൽ പോയി അത് കിട്ടിയിട്ട് അത് വരാൻ പാടുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഒരു കമ്മിറ്റിയിലോട്ട് പോകുമ്പോഴത്തേക്ക്, ഈ എക്സ്റ്റെൻഡഡ് റിലേറ്റീവ്സിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ പ്രൊവിഷനുണ്ട്. എൻ്റെ അയൽവക്കക്കാരന് തരാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അത് ചൂഷണം ചെയ്യപ്പെടുകയാണ്. മനസ്സിലായില്ലേ? അതിന് ചെക്ക് എന്ന് പറയുന്നത് ശരിക്കും ഓരോ ഡോക്ടറും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ. ഞാൻ എന്ന് പറയുന്ന ഡോക്ടർ എൻ്റെ പേഷ്യൻറ്റിന് അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ പടി. മനസ്സിലായില്ലേ? അവിടെ നിന്ന് തൊട്ട് ഈ മൂല്യങ്ങൾ ഇങ്ങനെ ചോർന്ന് പോകുന്നതാണ് താഴോട്ട് വരുന്നത്. അവസാനം ഇതിൽ നടക്കുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഒരു സേഫ്റ്റി നെറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെ അത് എല്ലാ ഹോസ്പിറ്റലിനും ഒരു ഹോസ്പിറ്റൽ എത്തിക്കൽ കമ്മിറ്റി ഉണ്ട്. അവർക്കാണ് പ്രൈമറി ഉത്തരവാദിത്വം. മനസ്സിലായില്ലേ? അവസാനം ഗവൺമെൻറ് ചോദിക്കുകയാണെങ്കിൽ, നിയമം എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റൽ എത്തിക്കൽ കമ്മിറ്റിക്കാണ് നിയമം, അത് ഓതറൈസേഷൻ കമ്മിറ്റി, അവരാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ പലപ്പോഴും നടക്കുന്ന വെച്ചാൽ, ഞാനെന്ന് പറഞ്ഞ വ്യക്തി അതിനെ
ഒന്ന് ലൂസാക്കി വിടും. ആ ഓതറൈസേഷൻ കമ്മിറ്റി അവരും അതിനെ വിടും. ഇത് അവസാനം സ്റ്റേറ്റ് ഓതറൈസേഷൻ കമ്മിറ്റി പോകുമ്പോഴും ഇതേപോലെ അകന്ന ക്വസ്റ്റ്യൻ മാർക്കബിൾ കേസിൽ അവരും അതിനെ തടയിടും. പക്ഷേ ഇതൊരു പേഷ്യൻ്റ് അല്ലേ, ഒരു 40 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവന് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവനൊരു ഡോക്യുമെൻറ്റേഷൻ അൾട്രൂയിസ്റ്റിക് എന്ന്, അതായത് നമുക്കത് അളക്കാൻ പറ്റില്ല. ഇദ്ദേഹം എൻ്റെ അടുത്തുള്ള അടുപ്പം കൊണ്ട് തരുന്നതാണ്, സ്നേഹാദരമായ അടുപ്പം കൊണ്ട് തരുന്നെന്നുള്ള ഒരു ക്ലോസിലാണ് ഇവർ ഫയൽ വയ്ക്കുന്നത്. ഫയൽ വയ്ക്കുമ്പോൾ പലപ്പോഴും നടക്കുന്നത് സ്റ്റേറ്റ് ഓതറൈസേഷൻ കമ്മിറ്റി അവന് പച്ചക്കൊടി കൊടുക്കില്ല. ഇത് നിങ്ങൾ തമ്മിലൊരു ബന്ധമില്ലല്ലോ, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവർ കോടതിയിൽ പോകും. കോടതി അവിടെ എപ്പോഴും പേഷ്യൻറ്റിൻ്റെ ഒരു സൈഡ് എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇത് പതുക്കെ ഈ ഒരു സിസ്റ്റം എറോഡ് ചെയ്ത് പോയതാണ്. ഇത് ഒരു സോഷ്യൽ ചലഞ്ചാണ്. ഇതിന് നമുക്കൊരു ഓൾട്ടർനേറ്റീവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാത്ത് വേയിൽ എല്ലായിടത്തും ഒരു മൂല്യദോഷം നടക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതിന് കംപ്ലീറ്റ് വേറൊരു ഓപ്ഷൻ ഈ 40 വയസ്സുള്ള ചെറുപ്പക്കാരന് കൊടുക്കാത്തിടത്തോളം കാലം ഇതിനകത്തൊരു ഫുൾ ബ്രേക്ക് നമുക്ക് കിട്ടില്ല. അതാണ് എൻ്റെ. താങ്ക് യു. നമ്മുടെ സമയം ഏകദേശം അവസാനിച്ചു എന്ന് സംഘടന അറിയിച്ചിട്ടുണ്ട്. 2 ചോദ്യങ്ങൾ മാത്രം ചോദിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഒരൊറ്റ കാര്യം, നേരത്തെ ഞാനിങ്ങോട്ട് കയറുന്നതിന് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ആയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു എന്നോട്, ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഞാൻ പ്ലെഡ്ജ് ചെയ്തു, പക്ഷേ അതുകൊണ്ട് നമ്മൾ ഡൊണേഷൻ നടക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഒരിക്കലും പ്ലെഡ്ജ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും ഡൊണേഷൻ നടക്കില്ല. അത് ആ സമയത്തുള്ള റിലേറ്റീവ്സ് സമ്മതിച്ചാൽ മാത്രമേ, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം എടുക്കേണ്ട റിലേറ്റീവ്സ് സമ്മതിച്ചാൽ മാത്രമേ ഡൊണേഷൻ നടക്കുകയുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ പ്ലെഡ്ജ് ചെയ്യാൻ പറയുന്നു? പ്ലെഡ്ജ് ചെയ്യുമ്പോഴാണ് ഒരു അവയർനെസ് ജനങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ കണക്കിലും നമ്മൾ കേരളം വളരെ പുറകിലാണ്. 6000-ൽ കുറവ് മാത്രം ആളുകളാണ്, ഏകദേശം 6000-ഓളം പേര് മാത്രമാണ് കേരളത്തിൽ നിന്ന് നോട്ടോയിലെ വെബ്സൈറ്റിൽ പ്ലെഡ്ജ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നോട്ടോ എന്ന് NOTTO, നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, അതിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ആധാർ നമ്പർ വെച്ചിട്ട് നമുക്ക് പ്ലെഡ്ജ് ചെയ്യാം. പ്ലെഡ്ജ് ചെയ്യുന്നത് ഒരിക്കലും അത് ഗ്യാരണ്ടീഡായിട്ട് നമ്മൾ കൊടുത്തു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം നമുക്കതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്, നമ്മൾ അങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ താല്പര്യമുണ്ടെന്ന് അറിയിച്ചാൽ നമ്മുടെ റിലേറ്റീവ്സ് ആ ഒരു സമയത്ത് അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കിവിടെയുള്ള എല്ലാവരോടും പറയാനുള്ളത് അതാണ്. ഈ നോട്ടോയിൽ പോയിട്ട് പ്ലെഡ്ജ് ചെയ്യണം. നമ്മൾ മാത്രമല്ല, നമ്മൾ പ്ലെഡ്ജ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ മറ്റുള്ളവരെ അറിയിച്ച് മറ്റുള്ളവരും കൂടി ഇത് പ്ലെഡ്ജ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു പ്രതിജ്ഞ എടുക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും മുന്നോട്ട് വെക്കണം. എന്നാൽ മാത്രമേ സമൂഹത്തിൽ അതിനെക്കുറിച്ചിട്ടുള്ളൊരു അവബോധം ഉണ്ടാവുകയുള്ളൂ. ഹലോ സർ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഫാമിലിയുടെ കൂടെ ചെയ്തിട്ട് അവരോട് കൂടെ സമ്മതം നമ്മളെ സാന്നിധ്യത്തിൽ നിന്ന് വാങ്ങാൻ പറ്റൂലേ? ഞാനിപ്പോൾ അവയവദാനത്തിന് സമ്മതം മൂളുന്നു, അത് എൻ്റെ തീരുമാനം എൻ്റെ ഫാമിലിയുടെ കൂടെ അവരെ സാന്നിധ്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റൂലേ? ഇല്ല, അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാലും ആ സമയത്ത് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ അല്ലെങ്കിൽ ഏതൊരു രോഗിയാണോ ആ രോഗിയുടെ തീരുമാനമെടുക്കാവുന്ന റിലേറ്റീവ്സ് ആ സമയത്ത് യെസ് അല്ലെങ്കിൽ ആ കൺസെൻറ്റ് തന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു കൺസെൻറ്റ് അല്ല അതിൻ്റെ. അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അതായത് നിങ്ങളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് പോസിറ്റീവായിട്ട് പറഞ്ഞാലും നിങ്ങളുടെ അകന്ന റിലേറ്റീവ് പറയും ഒരിക്കലും കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. അത്ര കൺഫ്യൂഷൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അല്ല സാർ, ഈ കിഡ്നിയൊക്കെ സാറ് നേരത്തെ പറഞ്ഞു ഈ ബന്ധുക്കളിൽ നിന്നൊക്കെ കിട്ടാനുള്ള സാഹചര്യവും ഒക്കെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ ഒരു സമൂഹത്തിൽ എന്ത് ബന്ധുത്വം നിസ്വാർത്ഥമായി കൊടുക്കുന്നതൊക്കെ പറഞ്ഞാലും ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. പക്ഷെ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രോഗിയെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വാങ്ങാതെ പറ്റാത്തൊരവസ്ഥയാണത്. അപ്പോൾ അതുകൊണ്ട് അത് തടയാവുന്നതിനേക്കാളും ഇതിനൊരു നിയമപരമായ പ്രാബല്യം ഉണ്ടാക്കുന്നതല്ലേ നല്ലത് എന്നുള്ളൊരു അഭിപ്രായം. കാരണം ബന്ധുക്കൾക്ക് കിട്ടില്ല, ബന്ധുക്കൾക്ക് കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ഭയം കൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ അവരുടെ മുമ്പിലുള്ള ഏക ചോയ്സ് ഇത് പൈസ കൊടുത്ത് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആ പൈസ കൊടുത്ത് വാങ്ങാതിരിക്കുന്നൊരവസ്ഥ വന്നാൽ ഇവ മരിച്ചു. അപ്പോൾ അതിനൊരു നിയമപ്രാബല്യം വന്ന്
മാഫിയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ പോലും അതൊരു നിയമപ്രാബല്യം വരുത്തുന്ന ഒരവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതല്ലേ രോഗിക്ക് നല്ലത് എന്നുള്ളൊരു അഭിപ്രായം. അതിനകത്ത് ഇത് ഒരുപാട് ലോക ആരോഗ്യ സംഘടന തന്നെ ഒരുപാട് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും 2018 ശേഷം അതുവരെയൊക്കെ ഇന്ത്യയിൽ വളരെ വ്യാപകമായിരുന്നു ഈ മാഫിയ. അതിനുശേഷം തടയിട്ടത് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്റ്റ് ഇടപെടൽ കൊണ്ട് മാത്രമാണ്. അതായത് നമ്മളിപ്പോഴും നോക്കുകയാണെങ്കിൽ അന്ന് സുനാമി വന്ന സമയമായിരുന്നു. സുനാമി വന്നു കഴിഞ്ഞിട്ട് ഈ കംപ്ലീറ്റ് സുനാമി അടിച്ച ബെൽറ്റ് ഉണ്ടല്ലോ, മലേഷ്യ, ഫിലിപ്പീൻസ് തൊട്ട് ഇങ്ങനെ ബംഗാൾ വരെ ഉള്ള ഇടത്തുള്ള വലിയ ചൂഷണങ്ങൾ നടന്നു. അതായത് ഈ വാങ്ങിച്ച് പോയി കൊടുത്ത ആൾക്കാരെല്ലാം ലോകാരോഗ്യ സംഘടന പഠിച്ചു. അതായത് ഏത് സാഹചര്യത്തിലാണോ അവർ കിഡ്നി കൊടുത്തിട്ടുള്ളത്. നമ്മൾ കാണുന്നത് ഓക്കെ ഇന്നൊരു സ്ഥലത്ത് പോകുന്നു, പൈസ കൊടുത്തു വാങ്ങിക്കുന്നു. ആ കുടുംബങ്ങളെ പറ്റി ലോകാരോഗ്യ സംഘടന പഠിച്ചിട്ട് അതിനകത്ത് നടന്ന ചൂഷണത്തെപ്പറ്റി ഭയങ്കരമായിട്ട് അവർക്ക് വ്യസനം ഉണ്ടാവുകയും, മനസ്സിലായില്ലേ? ഫിലിപ്പീൻസിൽ വൺ കിഡ്നി മാൻ ഐഡൻറ്റിറ്റി, ഒരു ദ്വീപിൽ എല്ലാവരും ഒരു കിഡ്നിയായിട്ട് ജീവിക്കുക, മനസ്സിലായില്ലേ? അങ്ങനെ ഇതിൻ്റെ മറുവശം കണ്ടിട്ട് ലോകാരോഗ്യ സംഘടന 2 ആൾക്കാർ ഇന്ത്യയിൽ വിട്ടിട്ട് അവർ തന്നെയാണ് ഈ നിയമം അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്ന് അങ്ങനെയാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റം ഈ നോട്ടോയൊക്കെ വന്നതിന് ശേഷം അത്രയ്ക്ക് ചൂഷണം മറുവശത്ത് നടന്നു എന്ന് ഭയങ്കരമായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ അത് ഇപ്പോഴും നമ്മൾ ഈ ഡൊണേറ്റ് ചെയ്ത ഫാമിലീസ്, നമ്മൾ കൊച്ചു കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഈ കിഡ്നി ഡൊണേറ്റ് ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, നമ്മളൊന്ന് പോയി നോക്കിയാൽ മതി. പലതും ചെറുപ്പക്കാരികളായിരിക്കും, മദ്യപാനിയായ ഹസ്ബൻഡിൻ്റെ കടം വീട്ടാനായിട്ട് കൊടുത്തായിരിക്കും, മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട് ദുഃഖകഥകളുണ്ട്. നമ്മൾ സെഷൻ അവസാനിക്കുകയാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ചോദിച്ചത് വളരെ കൃത്യമായ ചോദ്യമാണ്. കാരണം വെച്ചാൽ ഇത് 2 വശങ്ങളുണ്ട്. ഒന്ന് ജീവകാരുണ്യത്തിൻ്റെ വശം, മറ്റേത് ഇല്ലീഗലായിട്ടുള്ളൊരു വശം. ഈ 2 വശങ്ങളും എങ്ങനെ സംയോജിച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരികമായും നിയമപരമായുള്ള ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എങ്ങനെ അവയവദാനം കൂടുതൽ ജനകീയമാക്കാം എന്നുള്ളൊരു ആലോചനയാണ് നമുക്ക് നടത്താനുള്ളത്. ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ഇത് കേൾക്കുന്ന എല്ലാവരും അറിയുന്ന എല്ലാവരും ഉന്മുഖരാവുന്നൊരു കാലത്തേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിത് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു സർ. മസ്തിഷ്ക മരണാനന്തരം അവയവദാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ ഗഗനമായി ഞങ്ങളോട് സംവദിച്ച ഡോക്ടർ എം മുരളീധരൻ, ഡോക്ടർ നൗഫൽ ബഷീർ, ഡോക്ടർ ഫിറോസ് അസീസ്, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഔപചാരിക നന്ദി അറിയിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ പി കുട്ടീഷ്ണ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ കാലിക പ്രസക്തിയുള്ള വിഷയമായ മസ്തിഷ്ക മരണാനന്തര അവയവദാനം എന്ന വിഷയം ലീഡ് ചെയ്ത ഡോക്ടർ എം മുരളീധരൻ, ന്യൂറോളജിസ്റ്റ് ഡോക്ടർ നൗഫൽ ബഷീർ, നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ഫിറോസ് അസീസ് എന്നിവർക്ക് കടത്തനാട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അകൈതവുമായ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഒപ്പം ഈ ചർച്ചയിൽ സജീവമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പങ്കെടുക്കുകയും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.